വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. ഇനി അതുപോലെ അല്ലാഹുവിൻ്റെ മഹാദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്തൊരു അത്ഭുതമാണ്. ആകാശവും ഭൂമിയും നേരത്തെ ഒന്നായിരുന്നു, പിന്നെ അത് പിളർത്തി. ഖുർആനും പറയുന്നുണ്ട്, ശാസ്ത്രവും പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ് അല്ലേ? നമുക്കും അറിയാതെ. എന്നിട്ട് ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമിയാക്കി, ആകാശത്തിന്റെ ചുവട്ടിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആകാശത്തെ ആക്കി. മനുഷ്യ ജീവിതത്തിന് എന്തൊക്കെ അനിവാര്യമാണോ അതൊക്കെ അല്ലാഹു തആല അവിടെ സ്ഥാപിച്ചു. എന്തെല്ലാം സംവിധാനങ്ങൾ! മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാന സംഗതി എന്താ? സൂര്യനല്ലേ? ആണ്. അത് ആകാശത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു. സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നീരാവി ഉണ്ടാകുന്നത് അല്ലേ? ആ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്. ആ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വെയിലുണ്ടാകുന്നത്, നീരാവി ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മഴയും ഉണ്ടാകുന്നത്. നീരാവി പൊങ്ങിപ്പോയിട്ടാണ് മഴ പെയ്യുന്നത്. വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ആ സൂര്യനെ പറ്റി അല്ലാഹു മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട്. സിറാജം വഹാജ, ആകാശലോകത്തെ ഏറ്റവും വലിയൊരു നിഅ്മത്ത് അല്ലാഹ് പറയുന്നുണ്ട്. സിറാജം വഹാജ, കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്ക് ആകാശത്ത് കത്തിച്ചു വെച്ചു. ആകാശത്ത് അള്ളാഹു കത്തിച്ചു വെച്ച ഒരു അടുപ്പുണ്ട്. ആ അടുപ്പ് പുകയാത്ത നാള് വന്നാൽ മനുഷ്യരുടെ കാര്യം അപകടമായിരിക്കും. ആ അടുപ്പ് പുകഞ്ഞെങ്കിലേ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടും വല്ലാത്തൊരു സംഭവമാണത്. ഇങ്ങനെ തുടർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് മനുഷ്യർക്ക് ആലോചിക്കാൻ ഒരുപാടുണ്ട്. ഇതൊരു വലിയ അത്ഭുതമാണ്. ഉറപ്പ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, മൈക്ക് കൃത്യമായൊരു പോയിന്റിൽ അവിടെ വെച്ചാൽ അവിടെ ഒന്നോളും അല്ലേ? ഞാൻ ഇവിടെ നിന്നാ നിൽക്കും. ഞാൻ അങ്ങോട്ടും ചലിക്കുകയാണെങ്കിലേ അനങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. ചലിക്കണം തോന്നിയാ ചലിക്കാം, ഉറച്ച് നിൽക്കണമെങ്കിൽ ഉറച്ച് നിൽക്കാം, കിടക്ക, ഇരിക്ക, ഓടാ, സമ്മേളനം കഴിക്ക. ഇതൊക്കെ എന്തുകൊണ്ടാ? ഈ ഭൂമിയിൽ അല്ലാഹു ഭൂഗുരുത്വാകർഷണം വെച്ചതുകൊണ്ടാ. ഈ മഹാസംഗതി ഇല്ലായിരുന്നെങ്കിൽ അന്തരീക്ഷത്തിൽ ഇട്ട പഞ്ഞി പോലെ ഇരിക്കും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ രൂപമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഞാനും പീഠവും ഈ മൈക്കും ഒരുമിച്ച് നിന്നെങ്കിലല്ലേ ഈ സംഗതി നടക്കുള്ളൂ. മൈക്കൊരു വഴിക്ക്, പീഠം ഒരു വഴിക്ക്, ഞാനൊരു വഴിക്ക് ഇങ്ങനെ പാറി പറന്ന് നടന്നാൽ പിന്നെ ഈ പ്രസംഗം നടക്കുമോ? നടക്കൂല. ഇതൊരേ സ്ഥലത്ത് നിൽക്കാനുള്ള കാരണം നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. ഭൂഗുരുത്വാകർഷണം അള്ളാഹു നൽകിയതാണ്. അള്ളാഹു ഭൂമിയിൽ ഏർപ്പെടുത്തിയ വലിയൊരു സംഗതിയാ സന്തുലിതാവസ്ഥ. സന്തുലിതാവസ്ഥ വലിയൊരു സംഗതിയാണ്. അദല്, അത് വലിയൊരു സംഗതിയാണ്. എല്ലാം അങ്ങനെയാണ്. ആകാശഭൂമികളുടെ വലിപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ടാണ് ഖുർആനോ നമ്മൾ സാധാരണഗതിയിൽ സുബ്ഹാന മൻ ജല്ല ജലാലു നമ്മൾ നിയ്യത്ത് വെച്ച് നിസ്കരിക്കാൻ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന വാക്കെന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള അല്ലേ ആദ്യം പറയുന്നത്? ആകാശഭൂമികളെ പടച്ചതൊരു വലിയ അത്ഭുതമാണ്. അത് സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാ തുടക്കം. അള്ളാഹിനോട് സംഭാഷണം തുടങ്ങണം അങ്ങനെയാണ്. കാരണം വലിയൊരു അത്ഭുതമാണ്. ഈ ആകാശവും നമ്മളും തമ്മിൽ എത്രയാ അകലം കിടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ആകാശം ഇതുപോലെ 7 തട്ടുകൾ ഉരുണ്ട ഭൂമിയെ വലയം ചെയ്ത് ആകാശം നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ആകാശം മുകളിൽ, ഭൂമി താഴെ. അപ്പം നമ്മക്കല്ലേ, നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്.
നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്. അതേസമയം ഈ ആകാശം ഭൂഗോളത്തെ വലയം ചെയ്തു വരുമ്പോൾ, അതുകൊണ്ട് അതിനൊരു അറ്റം കാണാത്തത്, വലയം ചെയ്തിങ്ങോട്ട് വരുമ്പോൾ ഈ കടലും കരയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ വലയം ചെയ്തിങ്ങ് വരുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്ത്, ഭൂമിയുടെ താഴ്ഭാഗത്തും ഇതുപോലെ ആകാശമുണ്ട്. വിശ്വസിക്കാൻ പറ്റണം, താഴ്ഭാഗത്തും ഉണ്ട്. അപ്പോഴല്ലേ ശരിയാവുള്ളൂ. അപ്പോഴേ ഭൂമി ഉരുണ്ടിട്ടാണ് ആകാശവും അതുപോലെ അതിനെ കവർ ചെയ്ത് നിൽക്കുകയാണെന്ന് പഠിക്കണം. അങ്ങനെ എത്ര ഗ്യാപ്പ് നമ്മളും ഭൂമിയും തമ്മിലുണ്ടോ അതുപോലെ ഗ്യാപ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാം ആകാശത്തിന്റെ ഇടയിലുണ്ട്, മൂന്നാം ആകാശത്തിന്റെ ഇടയിലുണ്ട്, 7 ആകാശങ്ങള് വലയം ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ ഉള്ളില് ഭൂഗോളത്തിൽ നമ്മളെല്ലാ സുഖവും സന്തോഷവും ആസ്വദിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഒന്നാലോചിച്ച് നോക്ക്, വലിയൊരു അത്ഭുതം തന്നെയല്ലേ. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള്